നമസ്കാരം. വീടില്ലാത്ത മനുഷ്യർ കടത്തിണ്ണകളിൽ കിടക്കുമ്പോൾ നിങ്ങൾ എനിക്കാണെന്നും പറഞ്ഞ് കൊട്ടാരങ്ങൾ പണിയുന്നു. അയൽക്കാരന്റെ മക്കൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങളൊക്കെ എനിക്കാണെന്നും പറഞ്ഞ് പാലഭിഷേകം നടത്തുന്നു. കുരിശിന്റെ പുറത്ത് എണ്ണയൊഴിക്കുന്നു. പള്ളിയിൽ ചെന്ന് നേർച്ചയിടുന്നു. കാശ് കൊടുത്ത് കുർബാനയും ഉപ്പീസും പെരുന്നാളുകളും നടത്തുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്തരം കലാപരിപാടികൾ? അതുപോലെ ബുദ്ധിയില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ വിചാരം ഞാൻ മായാവിയെയും ഡിങ്കനെയും പോലെ പറന്നു വന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു സെറ്റപ്പാണെന്നാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സ്നേഹമാണ്, വെറും സ്നേഹം, ഒരു മതക്കാരെയും ഒഴിവാക്കാത്ത സ്നേഹം. നിങ്ങളൊക്കെ ചെയ്യുന്ന നന്മയും തിന്മയും ഉറക്കം വിളിച്ച് നോക്കിയിരുന്ന് ഇവിടെ നിങ്ങൾക്കൊക്കെ സ്റ്റാർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യലല്ല എൻ്റെ പണി. നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലുപ്പത്തിൽ ഈ അണ്ടകടാഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു കടുകുമണിയോളം പോലുമില്ലാത്ത ഒരു ഉണക്ക ഭൂമിയിലെ ആയിരക്കണക്കിന് മൃഗവർഗങ്ങളിൽ ഒന്നു മാത്രമായ മനുഷ്യൻ എന്ന നീ തിന്നുന്നതും കുടിക്കുന്നതും കുളിക്കുന്നതും ഉറങ്ങുന്നതും ഓടുന്നതും ചാടുന്നതും ഒക്കെ നോക്കി റിയാലിറ്റി ഷോ ജഡ്ജിനെ പോലെ ഇരുന്ന് മാർക്കിടാൻ എൻ്റെ തലയിൽ കൂടി വണ്ടിയൊന്നും ഓടുന്നുമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണ്. നിങ്ങൾക്കൊക്കെ ഒക്കുമെങ്കിൽ നല്ലത് ചെയ്താൽ മതി. നല്ലത് വലുതും ചെയ്താൽ അതിൻ്റെയൊക്കെ ഫലം ഭൂമിയിൽ തന്നെ കിട്ടും. അല്ലാതെ ചെയ്തതിൻ്റെ കണക്കം കൊണ്ട് കൂലി ചോദിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്. മടല് വെട്ടി അടിക്കും ഞാൻ. ഇതെഴുതിയത് ആരാണെന്നറിയാമോ? ദൈവമാണ്. ദൈവം എനിക്ക് നേരിട്ട് അയച്ചു തന്നോ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും എന്നെ കളിയാക്കരുത്. ഇതൊരു സുഹൃത്ത് വാട്സാപ്പിൽ അയച്ചു തന്ന ഒരു മെസ്സേജാണ്. ആരാണിത് എഴുതിയതെന്നറിയില്ല. വായിച്ചപ്പോൾ ഒരിഷ്ടം തോന്നി. ശരിക്കും ചിരിച്ചുപോയി. ചിരിയോടൊപ്പം തന്നെ ചിന്തകളും കയറി വന്നു. ഇതിൽ പറയുന്നതെല്ലാം തികച്ചും ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് പ്രിയപ്പെട്ട നവകേരള ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്നും തീരുമാനിച്ചത്. എല്ലാ അമിത വിശ്വാസികൾക്കുമായി ദൈവം എഴുതുന്ന ഒരു കത്താണിത്. തുടക്കം തന്നെ ഇങ്ങനെയാണ്: ഒരു കാര്യം പറഞ്ഞേക്കാം, മരിച്ചു ഇങ്ങ് പോരുമ്പോൾ ഞാൻ ഇങ്ങ് സ്വർഗത്തിൽ കള്ള് തരും, കഞ്ചാവ് തരും, പെണ്ണ് കെട്ടിച്ചു തരും എന്നൊക്കെ കരുതി ആരും കഷ്ടപ്പെട്ട് നന്മ ചെയ്യണം എന്നില്ല. നിങ്ങളൊക്കെ ചെയ്യുന്ന നന്മയും തിന്മയും ഉറക്കം വിളിച്ചു നോക്കിയിരുന്ന് ഇവിടെ നിങ്ങൾക്കൊക്കെ സ്റ്റാർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യലല്ല എൻ്റെ പണി. ഞാൻ ഈ എഴുത്തൊന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കുന്നത്. നമുക്ക് മാധ്യമ ഭാഷയിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വായിക്കുന്നത്. യഥാർത്ഥ മെസ്സേജ് ഇങ്ങനെയല്ല. അപ്പോൾ ശരി, നമുക്കിനി തുടരാം. എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും മുൻപ് സത്യാവസ്ഥ പരിശോധിക്കേണ്ടതാണ്. കുറെ നാൾ മുൻപ് അമ്പലമുറ്റത്തും പള്ളിയങ്കണത്തും ഭയങ്കര വെടിക്കെട്ട് അപകടം നടന്നത് എൻ്റെ കഴിവുകേട് കൊണ്ടാണെന്നും ഞാൻ ജനത്തെ രക്ഷിച്ചില്ലെന്നും നിങ്ങളിൽ ചിലർ ആക്രോശിച്ചു കേട്ടു. വെടിക്കെട്ട് നടത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. മത്സരകമ്പം നടത്താൻ ഞാൻ പറഞ്ഞു. എന്നെ സുഖിപ്പിക്കാൻ ഒരു കോപ്പും നടത്താൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എൻ്റെ പേരും പറഞ്ഞ് ഓരോന്ന് തോന്നുന്നത് പോലെ ചെയ്യുന്നു. നേരെ ചൊവ്വേ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ദുരന്തമുണ്ടാവുമ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിലേക്കും. നിങ്ങളെക്കാൾ നല്ലവന്മാർ അവിശ്വാസികളാണ്. അവർ എന്നെ പ്രീതിപ്പെടുത്താനായി ഒന്നും ചെയ്യാത്തതുകൊണ്ട് വേണ്ടാതീനത്തിന് ഞാനാണ് ഉത്തരവാദി എന്ന് പറയാറില്ല. ഇനി അടുത്ത മുഴുത്ത പണി നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആനയായിരിക്കും. കടുത്ത വേനൽക്കാലത്ത് കാട്ടരുവികളിൽ കിടന്ന് ശരീരം തണുപ്പിക്കേണ്ട ജീവിയെ പിടിച്ച് വെയിലത്ത് നിർത്തി, അതും അതികഠിനമായ വെയിലത്ത് നിർത്തി പെരുമ്പറയും ചെണ്ടയും കൊട്ടി വട്ടാക്കിയാൽ അതെല്ലാം കൂടി ഓടി നിങ്ങളുടെയൊക്കെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ ഞാനാണോടോ ഉത്തരവാദി? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആനപ്പുറത്ത് കയറിയിരുന്ന് കുടമാറ്റി കളിക്കാൻ. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് വേണം ഇറങ്ങാനും. നിങ്ങളുടെയൊക്കെ വിചാരം ഞാൻ മായാവിയെയും ഡിങ്കനെയും പോലെ പറന്നു വന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു സെറ്റപ്പാണെന്നാണല്ലേ? എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.